ഒത്തിരിയേറെ സന്തോഷം തോന്നിയ, ഒരു പക്ഷേ സന്തോഷത്തെക്കാൾ അധികമായിട്ട് അഭിമാനം തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് തന്ത വൈബും തള്ള വൈബും ഒക്കെ ആണല്ലോ അല്ലേ. 90s കിഡ്സിനെയൊക്കെ എല്ലാവരും തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിലവിലിപ്പോൾ. ആദ്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാനും 90s കിഡാണ്, തന്ത വൈബായല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. മുടി നരച്ചു തുടങ്ങി, മുടി കൊഴിഞ്ഞു തുടങ്ങി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെയും മനസ്സിലൂടെ കടന്നുപോയി. ഇല്ല, പക്ഷേ ഈ സന്തോഷം തോന്നിയ, അഭിമാനം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ യുവജനങ്ങൾ, എല്ലാവരെയും ഞാൻ പറയില്ല, ഇന്നത്തെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ചില സമൂഹ മാധ്യമങ്ങളിൽ, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലും അവർ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളും ചില അവസ്ഥകളും ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട് ഞങ്ങളെക്കുറിച്ച്, 90s കിഡ്സിനെ കുറിച്ച്. ഈ കാലഘട്ടത്തിൻ്റെ വളർച്ച കണ്ടവർ ഞങ്ങളാണ്. ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയും ഇല്ലാത്ത ഒരവസ്ഥയും അത് കണ്ടുപിടിച്ച ഒരവസ്ഥയും അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ വളർച്ചയും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. എങ്ങനെയാണ് ഈ കാലഘട്ടം പോകുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. വിദ്യാഭ്യാസത്തിൽ ഒരു പക്ഷേ ഞങ്ങളെല്ലാവരും ആവറേജ് ആയിരിക്കാം, പക്ഷേ അനുഭവത്തിൻ്റെ കാര്യത്തിൽ ഈ ഇത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇത്രയും സൗകര്യങ്ങൾ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. 10 പൈസയും 5 പൈസയും 2 പൈസയും ഒക്കെ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന, ഈ ഇന്ത്യയിലുണ്ടായിരുന്ന, കേരളത്തിലുണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ച് 90s കിഡ്സിന് അറിയാം. അതിൽ നിന്നും ഈ 2000-ൻ്റെ നോട്ടുകളെക്കുറിച്ചും ഞങ്ങൾക്കറിയാം. മൊബൈലിൽ മാത്രം കുത്തിക്കൊണ്ടിരിക്കാതെ അത്യാവശ്യം നാട്ടിലിറങ്ങിയാൽ ഞങ്ങൾ അറിയുന്നവർ ഒത്തിരി പേര് നാട്ടിലുണ്ട്. മൊബൈലിലെ കളികളിലും മദ്യം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ MDMA ലഹരി വസ്തുക്കളിലും അല്ലായിരുന്നു ഞങ്ങളുടെ ലഹരി. കുടിയിലും മാവിലും പ്ലാവിലും വലിഞ്ഞു കയറി മാങ്ങയിട്ടും ചക്ക പറിച്ചും അത് കൂട്ടം കൂടിയിരുന്ന് കഴിച്ച ഒരു കാലഘട്ടം അത് ഞങ്ങൾക്കുണ്ടായിരുന്നു ഒത്തിരിയേറെ. സ്കൂളിൽ പോകാൻ മടിയുണ്ടെങ്കിലും തൊട്ടപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. ഞങ്ങളിൽ ഭൂരിഭാഗം പേരും, എന്ന് വെച്ചാൽ ഈ 90s കിഡ്സിലുള്ള ഭൂരിഭാഗം പേരും പോലീസിൻ്റെ ലാത്തിയടി കൊണ്ടിട്ടില്ല, മറിച്ച് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ടീച്ചേഴ്സിൻ്റെ ചൂരൽ വടിയായിരുന്നു. എന്നാണോ അധ്യാപകർ ചൂരൽ വടി എടുത്തു വെച്ചത് അന്നു മുതൽ പോലീസ് ലാത്തി കൂടുതലായിട്ട് എടുത്തു തുടങ്ങിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്ന ഒരു കാലഘട്ടം. പുറത്തിറങ്ങി എല്ലാവരോടും സംസാരിക്കുവാനും പാടത്തും പറമ്പിലും ക്രിക്കറ്റും ഫുട്ബോളും കളിച്ചുകൊണ്ട്, മാവിൽ കല്ലെറിഞ്ഞ് പ്ലാവിൽ വലിഞ്ഞു കയറിയും ചക്ക പറിച്ചും മാങ്ങ പറിച്ചും തേങ്ങ പറിച്ചും ചിലപ്പോഴൊക്കെ കഴിച്ചുകൂടിയ ചില കാലഘട്ടങ്ങൾ, പട്ടിണി എന്തെന്ന് അറിഞ്ഞു വളർന്ന ചില കാലഘട്ടങ്ങൾ. അങ്ങനെ അറിഞ്ഞു വളർന്നവരും ഇന്ന് ഒത്തിരിയേറെ സുഭിക്ഷമായി ഭക്ഷിച്ച് ജീവിക്കുന്നവരുണ്ട്. കാരണം അതവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ 90s കിഡ്സ് ഇപ്പോൾ തന്ത വൈബിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയത് അവർ തന്നെയാണ്. പള്ളിയും അമ്പലവും മോസ്കും ഒന്നും ഞങ്ങൾക്ക് അപരിചിതമായിരുന്നില്ല. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും പേരുകൊണ്ട് ഞങ്ങളാരെയും വിലയിരുത്തിയിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പേര് കേൾക്കുമ്പോഴേക്കും ഇവൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ പലരും വളർന്നുപോയി. ആ ഒരു കാലഘട്ടം അന്നത്തെ കാലത്തുണ്ടായിരുന്നില്ല.